പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്ദനായ എൻ കെ കുര്യാക്കോസച്ചൻ, വന്ദനായ ഷിനോജച്ചൻ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരു നെടുന്തൂണാണ്. അതിൽ വാങ്ങിപ്പോയവരുടെ മധ്യസ്ഥതയും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുമുണ്ട്. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ഏറ്റവും പ്രാധാന്യം സഭ നൽകുന്നതും നമ്മളങ്ങനെ ആചരിച്ചു പോരുന്നതും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയാണ്. നമ്മുടെ ആരാധനാലയങ്ങളിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ ശ്ലീഹന്മാർ സ്ഥാപിച്ചിട്ടുള്ള ആരാധനാലയങ്ങളിൽ എപ്പോഴും പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളാണ്. ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ സഭയും 3 ത്രോണോസുകളും 5 ത്രോണോസുകളും 9 ത്രോണോസുകളും ഒക്കെ ഉള്ള ദേവാലയങ്ങൾ പണിയുമ്പോൾ വടക്കു വശത്തെ ത്രോണോസ് എപ്പോഴും പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ത്രോണോസ് ആയി കൂദാശ ചെയ്യുന്ന ഒരു പതിവ് നമുക്കുണ്ട്. അത് പരിശുദ്ധ ദേവമാതാവിനോട് തുല്യം വേറെ ആരുമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ ദേവമാതാവിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ അത് സഭയ്ക്ക് നൂറ്റാണ്ടുകളായി ഉറപ്പുള്ളതുപോലെ നമുക്കും നല്ല ഉറപ്പുണ്ടാകണം. പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും കാവലും കോട്ടയുമാണ്. അതുകൊണ്ട് തന്നെ ആ മാതാവിന്റെ മധ്യസ്ഥത ലാഭപ്പെട്ടുകൊണ്ട് കടന്നു വന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ ദേവമാതാവിനെ കുറിച്ച് കൂടുതലായി പറയുവാനല്ല ഞാൻ ഈ സമയം ഉപകരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ചെറിയ ഉപമ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ഈ ഉപമയും പറഞ്ഞു: ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്: ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ: കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ ഒരു ഉപമയാണ്. വളരെ ചെറിയ 3 വാക്യങ്ങളിൽ ആ ഉപമ ലൂക്കോസിന്റെ സുവിശേഷകൻ ചുരുക്കി എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ ഉപമകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉപമകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതുണ്ട്. ഉദാഹരണത്തിന് നല്ല നിലത്ത് വീണ വിത്തിന്റെ ഉപമ നമുക്കറിയാം. മുള്ളിനിടയിൽ വീണതും പാറയുടെ ഇടയിൽ വീണതും അതിനെക്കുറിച്ചുള്ള കർത്താവിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ നമുക്കറിയാം. എന്നാൽ ഇതുപോലെയുള്ള അനേക ഉപമകൾ, നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെയുള്ള അനേക ഉപമകൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ യേശുദമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വായിക്കുന്ന ആളിന്റെ ബുദ്ധിയും അതിന്റെ അയാളുടെ ഗ്രാഹ്യവും അനുസരിച്ച് അതിനെ വ്യാഖ്യാനിപ്പാനുള്ള ഒരു വലിയ അവസരം യേശുദമ്പുരാൻ തുറന്നിട്ട് തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വളരെ വലിയ നീണ്ട ആമുഖങ്ങളൊന്നും കൂടാതെ തന്നെ ആ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്: ഒരു കൃഷിക്കാരൻ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രധാന സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്തിവൃക്ഷമാണ്. എന്നാൽ ആ അത്തിവൃക്ഷത്തിന് ഈ സുവിശേഷകൻ നൽകുന്ന ഒരു മനോഹരമായ ഒരു അഡ്ജക്റ്റീവ്, അത് നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും അനേക മരങ്ങളും ചെടികളും ഒക്കെ വളരുന്നുണ്ട്. ഇവയൊക്കെ ചിലതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ്, എന്നാൽ ചിലതൊക്കെ തന്നെ ഉയർന്നു വരുന്നതാണ്. ഈ വേദഭാഗത്ത് നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ കർത്താവ് തമ്പുരാൻ ഉപമയിലൂടെ പറയുമ്പോൾ
അതിനകത്ത് ഒരു ഹിഡനായ ഒരു ചിന്തയുണ്ട്. നടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. അതിനൊരല്പം ഒരു ആയാസം, ഒരു ഫിസിക്കലായ ഒരു ആയാസം അതിന്റെ പിന്നിലുണ്ട്. മണ്ണ് കിളയ്ക്കുന്നതിന് മുമ്പ് അതെല്ലാം വൃത്തിയാക്കി അത് കിളച്ച് വളവിട്ട് വെള്ളം ഒഴിച്ച് അതൊക്കെ എത്ര ഭംഗിയായി ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ആ അത്തിവൃക്ഷത്തെ അവിടെ നടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ പ്ലാന്റേഷൻ ഓഫ് ഇറ്റ്സ് ഓണർ. അതിന്റെ ഉടയവന് ഒരു പ്രത്യേകതരമായ ഉദ്ദേശം അത് അവിടെ നടുന്നത് കൊണ്ടുണ്ട്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ ചിന്തിക്കേണ്ടിയ ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് കൊണ്ട്, മക്കൾ സാധാരണ പറഞ്ഞ ഈ അപ്പന്റെ അമ്മയുടെ കൂടെ ജീവിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി പോയത്, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ചില ആളുകൾ 40, 45, 50 വയസ്സൊക്കെ നല്ല തിരിച്ചറിവില്ല, ജീവിതത്തിനെ കുറിച്ച് നല്ല തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പറയും, അന്ന് എന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഞാൻ നന്നായി പഠിച്ച് വലിയ നിലയിൽ എത്തിയെന്നെ, അന്ന് വീട്ടിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തുകൊള്ളണം, നാം ഓരോരുത്തരും നടപ്പെട്ട അത്തിവൃക്ഷങ്ങളാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നടപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് പ്രത്യേകമായിട്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എന്റെ അപ്പനും അമ്മയും ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പദ്ധതിയാണ്. എന്റെ ഭാര്യയും എന്റെ മക്കളും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ള പദ്ധതിയാണ്. എന്റെ ഭർത്താവും എന്റെ മക്കളും ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുള്ള മുഖാന്തരങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതും അതിൽ നിന്ന് ഫലമുണ്ടാകുന്നത്. അല്ലാത്തിടത്തോളം കാലം എപ്പോഴും നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ഭാര്യയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ കർമ്മം കൊണ്ട് മാതാപിതാക്കളായി തീരുന്ന ആളുകളുടെയോ ഒക്കെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ദൈവത്തിന്റെ പദ്ധതിയാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഞാൻ സെമിനാരിയിലൊക്കെ പോകുന്നതിന് വളരെ മുമ്പ് ഈ TV-യിൽ സുവിശേഷം പറയുമ്പോൾ അതിനകത്ത് ഒരു ചോദ്യോത്തരവേള വന്നു. ഒരു സ്ത്രീ ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പാസ്റ്ററെ, ഞാന് നോമ്പ് നോക്കുന്ന, ഉപവസിക്കുന്ന, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അങ്ങനെ തന്നെ ശീലിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ലഭിച്ച ഭർത്താവ് വളരെ മദ്യം ഉപയോഗിക്കുന്ന ആളും വളരെ കലഹം ഉണ്ടാക്കുന്ന ആളും എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളും, അങ്ങനെ എന്റെ ജീവിതം മുഴുവൻ താറുമാറാക്കത്തക്കവണ്ണമുള്ള ഒരാളെയാണ് എനിക്ക് ഭർത്താവായി ലഭിച്ചത്. ഇതെന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യമാണിത്. പക്ഷെ ആ പാസ്റ്റർ പറഞ്ഞ മറുപടി എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറയുകയാണ്, നീ ഇത്രയും നാള് ജീവിച്ച് ജനിച്ചു വളർന്നു വന്ന ആ പശ്ചാത്തലം നിന്നെ ആ കലഹപ്രിയനായ, ആ മദ്യപനായ ഭർത്താവിനെ കൂടെ ദൈവത്തിന് നേടുവാൻ തക്കവണ്ണം ഒരുക്കിയ നിലങ്ങളാണ്. അതുകൊണ്ട് നിന്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭർത്താവിനെ കൂടെ നേരായ പാതയിൽ നടത്തുവാൻ നമുക്ക് ഇടയാകണം എന്ന് ആ ഭാര്യയോട് ഈ പാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ വായിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1 കൊരിന്ത്യർ 7:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, For the unbelieving husband has been sanctified through his wife. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മൂലം രക്ഷിക്കപ്പെടും. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മൂലം രക്ഷിക്കപ്പെടും. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചുകൊള്ളുക,
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയെ കുറിച്ചോ നമ്മുടെ മക്കളെ കുറിച്ചോ നമ്മൾ ആരെങ്കിലും വിലപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങളെ ഒക്കെ ഒന്ന് വിലയിരുത്തി ആ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ ഭാര്യയെയും ഒക്കെ നേരായ പാതയിൽ നടത്തുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത്. നാം ഓരോരുത്തരും നടപ്പെട്ട വൃക്ഷമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഭാരപ്പെടുവാനല്ല, മറിച്ച് യേശു തമ്പുരാൻ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമ്മളെ ഉപകരിക്കുന്ന ഒരു വേദഭാഗമാണിത്. പലപ്പോഴും നമ്മൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ ക്രൈസ്തവ ജീവിതത്തിൽ കഷ്ടത്തെ കുറിച്ച് പറയുന്നത് അതൊരു വരമാണ് എന്നാണ്. പരിശുദ്ധനായ പൗലോസ് പറയാണ്, കഷ്ടത ഒരു വരമാണ്. ആ വരത്തെ നമ്മൾ സ്വമനസാലെ ഏറ്റെടുക്കണം. എന്നാൽ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത് ബർഡൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ യേശു തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ തന്റെ കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. തന്റെ കുരിശെടുത്തുകൊണ്ട് തന്നെ എന്റെ പിന്നാലെ വരണം. ഇപ്പൊ കഷ്ടമില്ലാത്ത നഷ്ടമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്തോ പ്രശ്നമുണ്ട്. അത് നേരായ പാതയിലല്ല പോകുന്നത്. കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഭാഗമാണ് എന്ന് നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. നീതിമാനായ മനുഷ്യനെ കുറിച്ച് പറയുന്നതാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത അതെപ്പോഴും ഫലം നൽകുന്ന വൃക്ഷമാണ്. എന്നാൽ അത് ഫലം നൽകുമ്പോൾ തന്നെ ചിന്തിച്ചു കൊള്ളണം, ആറ്റരികത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ആറ്റരികത്ത് നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. കാരണം ഏത് സമയവും അത് തകർന്നു വീഴുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കോസ്റ്റൽ ഏരിയാസിലുള്ള കോക്കനട്ട് ട്രീ, നമ്മുടെ തെങ്ങ് കണ്ടാൽ അറിയാം, അത് വളഞ്ഞ് അങ്ങ് പുഴയോട് ചേർന്ന് പോയിട്ട് പുഴയുടെ നടുക്കുന്ന മേളിലോട്ട് വളരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാ നിൽക്കുന്നത്, എങ്ങനെയാ ഈ തെങ്ങിന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്, വളഞ്ഞ് കുത്തി, എന്നിട്ടും അത് ഫലം കായ്ക്കുന്നുണ്ട്. അതെങ്ങനെയാ? കാരണം ഒന്നേ ഉള്ളൂ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പെട്ട വൃക്ഷം എപ്പോഴും അത് ആഴത്തിൽ വളർന്ന് അതിന് വേര് ആഴത്തിൽ ഊന്നിയെങ്കിൽ മാത്രമേ അതിന് ഉയർന്നു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു വൃക്ഷത്തിന്റെ വളർച്ചയുടെ ആധാരം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ റൂട്ടാണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മള് വളർച്ചയെ കാണിക്കുന്ന ഒരു മനോഹരമായ ചിത്രമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ബോധി വൃക്ഷം തലതിരിച്ചു വെച്ചിരിക്കുകയാണ്. ബോധി വൃക്ഷം തലതിരിച്ചു വെക്കുന്ന ഒരു പിക്ചറാണ്. എന്നിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അതിന്റെ വൃക്ഷത്തിന്റെ വളർച്ചയുടെ ആധാരം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ റൂട്ടിന്റെ വളർച്ചയാണ്, അതിന്റെ വേരുകളുടെ വളർച്ചയാണ്. വേരുകൾ എത്രത്തോളം അത് ബലപ്പെടുന്നുവോ അത്രത്തോളം ഭംഗിയായി അത് ആഴത്തിൽ ഊന്നി വെള്ളം വലിച്ചെടുത്ത് ആവശ്യമായ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് അത് വളരെ ഭംഗിയായി വളരും. ഇതാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം. എന്നാൽ പലപ്പോഴും നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് നമ്മുടെ റൂട്ടുകൾ നിർജീവമാണ്. ഞാൻ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോണം, ഏതൊരു കുഞ്ഞിനെയും 2 മണിക്കൂർ പള്ളിയിൽ കൊണ്ടുവന്നുകൊണ്ട് അവൻ നന്നായി സ്പിരിച്വലായി ആത്മീയമായി വളരുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. 2 മണിക്കൂർ കൊണ്ട് അച്ഛന്റെ കുർബാനയും അച്ഛന്റെ പ്രസംഗവും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുന്നതും കേട്ട് മാത്രം ഒരു കുഞ്ഞ് ആത്മീയമായി വളരും എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മുടെ റൂട്ടുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. ഓരോ മനുഷ്യന്റെയും റൂട്ട് എന്ന് പറയുന്നത് അവന്റെ വീടാണ്, അവന്റെ ഭവനമാണ്. നിരന്തരമായി അവൻ നിലകൊള്ളുന്ന ഇടമാണ് അവന്റെ ഭവനം. അവിടെ മാതാപിതാക്കൾക്കും അപ്പനും അമ്മയ്ക്കും ഈ ആഴത്തിലുള്ള വേരൂന്നിയുള്ള ഒരു ജീവിത ശൈലി മക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ആത്മീയ വളർച്ചയും നന്നേ കുറവാകും. അവൻ നമ്മുടെ ആരാധനയിൽ നിന്നും നമ്മുടെ ഭക്തിയിൽ നിന്നും ഒക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളാകാനുള്ള സാധ്യതയുണ്ട്.
ഞാൻ ദേവാലയത്തെയോ അച്ഛന്മാരെയോ സൺഡേ സ്കൂൾ അധ്യാപകരെയോ ഒന്നും കുറച്ച് കാണുകയല്ല. അവർക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷേ അതിലും ഉപരിയായി കുരിശ് വരയ്ക്കുവാനും 23-ാം സങ്കീർത്തനം പഠിപ്പിക്കുവാനും ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിപ്പാനും ബൈബിള് വായിപ്പാനും ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ദേവാലയത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഭവനത്തിൽ ആഴത്തിൽ വേരൂന്നുന്ന ഒരു ആത്മീയ ജീവിതം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ കഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ പഴിക്കുകയല്ല വേണ്ടത്. ഒരു കഥ ഇങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ക്യാൻസർ രോഗിയായ ഒരു മകൻ ഉള്ള ഒരു ഭവനം, വേറെ ഒരു മകനുമുണ്ട്. ഈ മകന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം അവൻ സ്കൂളിൽ പോയിട്ടില്ല. അവൻ വീട്ടിൽ തന്നെ ചികിത്സയൊക്കെ എടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ദിവസവും സ്കൂളിൽ പോകുന്ന ഇളയ മകൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ക്യാൻസർ വന്ന ഇവൻ വീട്ടിലിരിക്കുന്നല്ലോ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയി ഹോംവർക്കും എക്സാംസും ഒക്കെ എഴുതി തകർന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കഷ്ടങ്ങളെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്. ആ കുഞ്ഞു മകൻ, ആ ഇളയ മകൻ, അവന് ക്യാൻസർ വരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണോ അതോ പഠിക്കാൻ ബുദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണോ ഏറ്റവും നല്ലത്? നമ്മൾ പലപ്പോഴും മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. അത് ശരിയായ ഒരു സംഗതിയല്ല. ഒരാള് ഡോക്ടർ ആവാൻ പഠിക്കുന്നുണ്ട്, ഒരാൾ എഞ്ചിനീയർ ആവാൻ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് അവന് താലന്ത് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവൻ അതിന് പോയത്. എന്റെ കുഞ്ഞിന് അത്രയും താലന്ത് ഇല്ലെങ്കിൽ അവനെ നിർബന്ധിച്ച് അവനെ ആവശ്യമില്ലാത്ത ഒരു സംഗതിയിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരാൾ നന്നായി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ കുറവുകളല്ല. മറ്റൊരാൾ നന്നായി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ പകുതി പ്രശ്നം മറ്റൊരാളെ നമ്മൾ നോക്കി നമ്മളെ തന്നെ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ഇടങ്ങൾ ദൈവം നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് സൺഡേ സ്കൂൾ അധ്യാപകരോട് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് വരുന്ന അധ്യാപകർ, അവർ വന്ന് പുസ്തകം തുറന്ന് വായിച്ച് പിള്ളേർക്ക് അതിനകത്ത് നിന്ന് എന്താണോ മനസ്സിലായത് അതങ്ങ് അവർക്ക് മനസ്സിലായത് എന്താണോ, അധ്യാപകർക്ക് മനസ്സിലായത് എന്താണോ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, അല്ലാത്തത് പറഞ്ഞു കൊടുക്കുകയുമില്ല. ഇതിലും കഷ്ടമായ ഒരു കാര്യമുണ്ട്. മറ്റുള്ള സഭകളിൽ നിന്ന് ഓർത്തഡോക്സ് സഭകളിലേക്ക് വന്നിട്ട് ഇവിടെ അധ്യാപകരായി നിൽക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ ആ ഡെഡിക്കേഷന്, അവർ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്തെ കുറിച്ചും ഒക്കെ ഞാൻ അവരെ അതിനുവേണ്ടി കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. മാർത്തോമാ സഭയിൽ നിന്ന് വന്ന ആളുകൾ പലപ്പോഴും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്നൊരു പാഠം കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് മറിച്ചു വിടും. പ്രാസയും പ്രദക്ഷിണവും ഒക്കെ അങ്ങ് മറിച്ചു കളയും. അതൊന്നും ശരിയല്ല. കത്തോലിക്ക സഭയിൽ നിന്ന് വന്ന് ഈ ഓർത്തഡോക്സ് സഭയിലോട്ട് വന്നു കഴിയുമ്പോ ഇവിടെ അധ്യാപകരായി മാറിക്കഴിയുമ്പോ മാതാവിന് കൂടുതൽ പ്രാധാന്യം, ദൈവത്തേക്കാൾ പ്രാധാന്യം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം നമ്മുടെ വിശ്വാസം എന്താണെന്ന് പഠിക്കാതെ ഇതെല്ലാം തെറ്റാണെന്ന് അഡമന്റായിട്ട് പറയുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സൺഡേ സ്കൂൾ നമ്മുടെ ഒരു റൂട്ടാണ്, ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ഒരു റൂട്ടാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. അവർക്ക് ഒരു വലിയ ഫൗണ്ടേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ, ശ്രീയന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ സഭയെ പണിയുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും നമ്മൾ അപ്ഹോൾഡ് ചെയ്യാൻ വളരെ കടപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ വേദഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും നടപ്പെട്ട വൃക്ഷങ്ങളാണ്. The owner has a purpose for our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് വളരെ പ്രിപ്പറേഷനോടുകൂടെ നല്ല സോയിലാണ്, നല്ല മണ്ണിലാണ്. അവനതിനെ കിളച്ച് പാകപ്പെടുത്തി നമുക്ക് പറ്റുന്ന നിലയിലുള്ള ഇടങ്ങളിലാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ആ കൃപയും ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും തന്നു തന്നെയാണ്. കഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ കഷ്ടം സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിപ്പാനായിട്ട് ഇടയാകണം എന്ന് വേദഭാഗത്തിന്റെ ഒന്നാമത്തെ കാര്യമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തേതായിട്ട് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ അത്തിവൃക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അത്തിവൃക്ഷം നടേണ്ടത് എവിടെയാണ്? ആ അത്തിവൃക്ഷമുള്ള തോട്ടങ്ങളിലാണ്. പക്ഷെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം നമുക്ക് ചിന്തിക്കുന്നവർക്ക് ഇതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നാം. എന്നാൽ ഇസ്രായേൽക്കാരുടെ ഒരു കൃഷി രീതി ശ്രദ്ധിച്ചാൽ അവരെ എപ്പോഴും മുന്തിരിത്തോട്ടങ്ങളുടെ നടുവിൽ അത്തിവൃക്ഷങ്ങളെ നടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് വേദഭാഗത്തിൽ തന്നെ പലയിടത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റെഫറൻസ് എല്ലാം സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം. ഓരോ കൃഷിക്കാരനും മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ അത്തി നടുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? മുന്തിരി എങ്ങനെയുള്ള ചെടിയാ? വള്ളിച്ചെടിയാ. എന്നാൽ അത്തിവൃക്ഷമോ അതിനൊരു തായ്തടിയുണ്ട്. അപ്പൊ ഒരു താങ്ങായി നിൽക്കുവാൻ വേണ്ടി നടപ്പെട്ടിട്ടുള്ള വൃക്ഷമാണ് അത്തിവൃക്ഷം. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷത്തിന്റെ പ്രത്യേകത അതിന് ചുറ്റും നട്ടിരിക്കുന്ന മുന്തിരികളെ സംരക്ഷിപ്പാൻ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം നിലകൊള്ളുന്നത് മണ്ണിലാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും നടപ്പെട്ട അനേക വൃക്ഷങ്ങളുണ്ട്. നടപ്പെട്ട മുന്തിരിവള്ളിയുണ്ട്. ഈ മുന്തിരിവള്ളികൾക്ക് ആവശ്യമായ ചൂട് ലഭിക്കാൻ തക്കവണ്ണം, കാരണം ഒരുപാട് ചൂട് വന്നാൽ മുന്തിരി വളരില്ല. അതിന് നമ്മുടെ അത്തിവൃക്ഷത്തിന്റെ ബ്രാഞ്ചസ്, അതിന്റെ ശിഖരങ്ങൾ അതിനൊരു തണല് നൽകും. അതിന് നേരെ നിൽക്കാൻ കെൽപ്പില്ല. അങ്ങനെ കെൽപ്പില്ലാതെ നിൽക്കുന്ന മുന്തിരിച്ചെടിയെ അതിനോട് ചേർത്ത് ബന്ധിച്ചാൽ നല്ലൊരു പന്തലൊക്കെ ഒരുക്കി അങ്ങനെ മുന്തിരി നട്ടു കഴിഞ്ഞാൽ അത് ഭംഗിയായുള്ള നിലകൊള്ളും. രണ്ടു പേർക്കും ഒരേ സമയം ഭംഗിയായി നിലകൊള്ളുവാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. നാം നിൽക്കുന്നത് നമ്മുടെ മണ്ണിലാണ് എന്ന് മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുകളും നല്ല കാഴ്ചകളും ഉണ്ടാകണം. അത്തി മുന്തിരിയുടെ ഫലം വളരെ ശ്രേഷ്ഠമാണെന്ന് വിചാരിച്ച് അതിന് തണല് നൽകാതെ ഇരിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ അസൂയയുടെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുശുമ്പുകളുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊരാളിന്റെ നന്മയാണെന്ന് മറ്റൊരാളിന്റെ നന്മയാണ്. അവനൊരു നന്മ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുശുമ്പ് വിചാരിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം എനിക്കും ദൈവം തന്നിരിക്കുന്ന ഫലം വളരെ ശ്രേഷ്ഠമാണ്. ഇതാണ് അത്തിവൃക്ഷം നടുന്നതിന്റെ ഒരു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മുന്തിരി വളരെ മധുരമുള്ള പഴം തരുമ്പോൾ തന്നെ അത്തിവൃക്ഷവും അതേസമയം തന്നെ അത്തിപ്പഴം വളരെ ശ്രേഷ്ഠമായ അത്തിപ്പഴം നൽകും. അത്തിപ്പഴത്തിന് പല പ്രത്യേകതകളുണ്ട്. നമ്മള് വേദപുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. എന്താ ഈ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്? പാല് ഒരു സിമ്പലാണ്. എന്തിന്റെ സിമ്പലാണ്? പാസ്റ്റർ, നല്ല മൃഗസമ്പത്തിന്റെ ലക്ഷണമാണ്. പാലും തേനും ഒഴുകുന്ന. പിന്നെ തേനെന്താണ്? നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ തേനെന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഈ തേനീച്ച കൊണ്ടുവരുന്ന തേനിനെ കുറിച്ചാണ്. എന്നാൽ തേൻ എന്ന് ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നല്ല പഴുത്ത അത്തിപ്പഴത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റിറ്റ് മധുരമുള്ള അതിന്റെ ചാറ് താഴെ പോകും. നമ്മൾ ഡ്രൈഡ് ആയിട്ടുള്ള അത്തിപ്പഴമാണ് ഇപ്പൊ കഴിക്കുന്നത്. അതിനെയാണ് തേൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത്തിപ്പഴം വളരെ മധുരമുള്ളതാണ്, വളരെ വിലയേറിയ ഒരു ഫലമാണ്. മുന്തിരിച്ചെടിയേക്കാളും വിലയേറിയത് അത്തിപ്പഴത്തിന്റെ പഴത്തിനാണ്. അപ്പൊ
പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്, നമുക്ക് ചുറ്റും അനേകം മുന്തിരിച്ചെടികൾ ഉണ്ടെങ്കിലും ഒരു അത്യവൃക്ഷമായി നാം ഓരോരുത്തരും നടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല സംഗതികളും മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സാധാരണ, ഞാൻ എന്റെ ഭാര്യയോട് പറയാറുണ്ട്, നീ അല്ലാതെ ഒരു ഭാര്യയായിരുന്നെങ്കിൽ ഇത് എപ്പോഴേ കുളമായേനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, ഇങ്ങനെ ഒരു ഭാര്യ അല്ലാതെ ഈ ഭർത്താവിന് കിട്ടിയിരുന്നെങ്കിൽ അത് കുളമായേനെ. തിരിച്ചും ചിന്തിച്ചാൽ മതി, ഇങ്ങനെ ഒരു ഭർത്താവിനെ അല്ലാതെ എനിക്ക് വേറൊരാളെ കിട്ടിയിരുന്നെങ്കിൽ അത് കുളമായേനെ. തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടിയ സംഗതി, ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ച് നമുക്ക് ശ്രേഷ്ഠമായ ഒരു ഫലം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു മനോഹരമായ ഉപമയുണ്ട്. ആ ഉപമ, വൃക്ഷങ്ങൾ തങ്ങളുടെ രാജാവിനെ കണ്ടെത്തുവാനായിട്ട് ഒരു വലിയ ചർച്ച നടത്തുകയാണ്. വൃക്ഷങ്ങൾ ഒരു രാജാവിനെ കണ്ടെത്തുവാനായിട്ട് ഒരു ചർച്ച. വൃക്ഷങ്ങൾ ഓരോരുത്തരടുത്തും ചെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മുന്തിരിച്ചെടിയോടും അത്തിവൃക്ഷത്തോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തിവൃക്ഷത്തിനോട് ചെന്ന് ചോദിക്കുകയാണ്, അത്തിവൃക്ഷമേ, നീ ഞങ്ങളുടെ രാജാവായിട്ട് ഇരിക്കുമോ? നീ ഞങ്ങളുടെ രാജാവായിട്ട് ഇരിക്കുമോ? അത്തിവൃക്ഷം പറയുകയാണ്, ഞാൻ എന്റെ മധുരമുള്ള ഫലവും എന്റെ ശ്രേഷ്ഠതയും വിട്ടു കളഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ രാജാവായി വാഴുവാനായിട്ട് വരുമോ? ഞാൻ എന്റെ മധുരമുള്ള ഫലവും എന്റെ ശ്രേഷ്ഠതയും വിട്ടു കളഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ രാജാവായി വാഴുവാനായിട്ട് വരുമോ? ഈ വൃക്ഷങ്ങളെല്ലാം പല വൃക്ഷങ്ങളുടെ അടുത്ത് പോയി. അവരാരും അവരുടെ രാജാവാകാൻ അവർ സമ്മതിച്ചില്ല. ഏറ്റവും അവസാനം മുൾച്ചെടിയോട് ചെന്ന് ചോദിച്ചു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാമോ? പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു യെസ്. ഇത് വേദപുസ്തകത്തിലുള്ള ഒരു ഉപമയാണ്. വൃക്ഷങ്ങൾ രാജാവിനെ തെരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത്തിവൃക്ഷം പറയുന്ന ആ വാചകം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഫലവും നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠതയും നമ്മൾ വിട്ടു കളഞ്ഞിട്ട് മറ്റൊരാളുടെ ഇടയിൽ രാജാവായി ആടുവാൻ പോകുമോ എന്നാണ് വേദപുസ്തകത്തിലെ ഭാഷ്യം. ഞാനത് ഒന്ന് പോളിഷ് ചെയ്തേ ഉള്ളൂ. മറ്റുള്ള ആളുകളുടെ ഇടയിൽ സന്തോഷിപ്പാനായിട്ട് പോകാൻ ഇടയാകരുത്. മറ്റുള്ളവരുടെ ഇടയിൽ അഹങ്കരിപ്പാനായിട്ട് ഇടയാകരുത്. നമ്മുടെ വസ്ത്രങ്ങളിലും നമ്മുടെ മുടി മിന്നിയിടുന്നതിലും ഇതിലൊന്നും ഇല്ല, ഒരു കാര്യവുമില്ല. ഇതിലല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത്. നമ്മുടെ കാര്യം ഇരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഫലമാണ്. അത് സ്നേഹത്തിന്റെ ആകാം, സന്തോഷത്തിൻ്റെതാകാം, സമാധാനത്തിൻ്റെതാവാം, ദീർഘക്ഷമയുടേതാകാം, പരോപകാരത്തിൻ്റെതാകാം, സൗമ്യതയുടെ ആവാം, ഇന്ദ്രിയജയത്തിന്റെ ആകാം. ഇതെന്തുവാ ഇപ്പൊ പറഞ്ഞത്? പരിശുദ്ധാത്മാവിന്റെ ഫലം. പരിശുദ്ധാത്മാവിന്റെ ഫലം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മളിലൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം ഒഴുകുവാനായിട്ട് ഇടയാകണം. ഈ അത്തിവൃക്ഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ മുന്തിരിവള്ളികളുടെ ഇടയിൽ താമസിക്കുമ്പോൾ അതിനെ എന്തിനാണ് അങ്ങനെ നടുന്നതെന്ന് ചോദിച്ചാൽ, മുന്തിരിവള്ളികൾ സീസണൽ പ്ലാന്റ് ആണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ അതിൽ നിന്ന് ഫലം കഴിക്കുകയുള്ളൂ. എന്നാൽ അത്തിവൃക്ഷത്തിന്റെ പ്രത്യേകത, അത് എപ്പോഴും നിലകൊള്ളും. അത് ഫലം നൽകിയില്ലെങ്കിലും എപ്പോഴും അത് അവിടെ നിലകൊള്ളും. എന്നാൽ മുന്തിരിവള്ളി ആണെങ്കിലോ അത് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് അടുത്ത ഒരു പ്ലാന്റേഷൻ വീണ്ടും വെക്കണം. ഏകദേശം 200 വർഷക്കാലമാണ് ഒരു അത്തിവൃക്ഷത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാലം ഒരു അത്തിവൃക്ഷം നിലകൊള്ളും. അപ്പൊ അത് ദീർഘകാലം നിലകൊള്ളുന്ന അത്തിവൃക്ഷങ്ങളായി നാം ഓരോരുത്തരും നടപ്പെട്ടു. ഇനിയുമുണ്ട്. അത്തിവൃക്ഷത്തിന്റെ ഫലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മൾ വായിക്കുന്നുണ്ട് ഹിസ്കിയാവിന്റെ പുസ്തകം. ഹിസ്കിയാവിനെ കുറിച്ച്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹിസ്കിയാവിനെ കുറിച്ച് വായിക്കുകയാണ്. ഹിസ്കിയാവിന് മരണകരമായ ഒരു രോഗം പിടിപെട്ടു. ആ രോഗത്തെ യെശയ്യാവ് സൗഖ്യമാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത്തിപ്പഴ കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ വെച്ചു. ഈ അത്തിവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത, അത് സൗഖ്യം നൽകുവാൻ കഴിവുള്ളതാണ്. എന്നെ സമയം അതിക്രമിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ അത്തിവൃക്ഷങ്ങളായി നാം ഓരോരുത്തരും നടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മിൽ അനേക ഫലങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സൗഖ്യമാക്കുവാനുള്ള ഒരു വലിയ ഹീലിംഗ് പവർ നമുക്കുണ്ട്. ദീർഘകാലം നിലകൊള്ളുവാൻ നമുക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഇടയിൽ ശ്രേഷ്ഠമായി തലയെടുപ്പോടെ നിൽക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്.
മധുരമായ ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടുന്നുണ്ട്. മുന്തിരിവള്ളികൾക്ക് തണലായി മാറുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന് ഈ വേദഭാഗം വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ വയനാടിന്റെ പശ്ചാത്തലത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ എത്ര മനോഹരമാണ് നമ്മുടെ മലയാളികളുടെ മനസ്സ്. അവരെ താങ്ങുവാനും 50 അല്ല 100 അല്ല 500 അല്ല 600 വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുന്ന ആ മനസ്സ്, അത് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അതൊരു ക്രിസ്ത്യാനിയുടെ ഭാവമാണ്. ആ ഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ഞാൻ സമയം അതിക്രമിച്ചുകൊണ്ട് അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിച്ചോളാം. നമുക്കറിയാം, ഈ ഉപമ വളരെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. 3 വർഷക്കാലം അതിൽ ഫലം തിരഞ്ഞു, കണ്ടില്ല. അതിന്റെ ഉടയവൻ പറയണം അതിന് വെട്ടിക്കളയാം, ഇല്ല. അതിന് തോട്ടക്കാരൻ പറയാണ്, യജമാനനെ 3 ആണ്ട് കൂടെ നിൽക്കട്ടെ, കായ്ച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വെട്ടിക്കളച്ച് നോക്കാം, കായ്ച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മൾ ഓരോ വർഷവും പെരുന്നാൾ ആചരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ വർഷവും ഓരോ ആഴ്ചയും ദേവാലയത്തിൽ വരുന്നുണ്ട്, വിശുദ്ധ കുർബാന കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വെട്ടിക്കിളക്കലിന്റെ അനുഭവമാണ്. ഈ വെട്ടിക്കിളക്കലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാതെ നമ്മൾ കായ്ക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. വെട്ടിക്കിളക്കൽ അതിനകത്ത് ഒരു പ്രയാസമുണ്ട്. എന്താ? വെട്ടിക്കിളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? വേരുകൾ പൊട്ടും, അതിൽ നിന്ന് നീരുകൾ ഉണ്ടാവും. പള്ളിയിൽ നിന്ന് 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂറിന്റെ കുർബാന അറ്റൻഡ് ചെയ്യുമ്പോൾ കാല് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളണം, ഇതൊരു വെട്ടിക്കിളക്കലിന്റെ അനുഭവമാണ്. ഇത് നീണ്ടു പോകുന്നല്ലോ. അച്ഛൻ പഴയ അച്ഛനായിരുന്നെങ്കിൽ പെട്ടെന്ന് തീർന്നേനെ. പുതിയ അച്ഛനായപ്പോഴത്തേന് ഷിനോ അച്ഛന്റെ കാര്യമല്ല പറഞ്ഞത്. അയ്യോ, ഓർത്തു പോവല്ലേ. 3 മണിക്കൂറായി പോകുന്നുണ്ട്. ഓർത്തുകൊള്ളണം, ഇതൊരു വെട്ടിക്കിളക്കലിന്റെ അനുഭവമാണ്. അനുതാപപൂർവം നിൽക്കുന്നവർക്ക് ഫലം കായ്പാൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ്. ഒരിക്കലായി മരിച്ച ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും നമ്മൾ അപ്പമായി മുറിച്ച് ആഘോഷിച്ച് നമ്മൾ ഓരോരുത്തരും ആ ഫലം കൈക്കൊള്ളുന്നുണ്ട്. നമ്മൾ ചില വെട്ടിക്കിളക്കലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് ദൈവം ഫലം പുറപ്പെടുവിക്കും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, വെട്ടിക്കിളച്ച് അതിൽ നിന്ന് ഫലം ഉണ്ടായില്ലെങ്കിൽ വെട്ടിക്കളക തന്നെ ചെയ്യും. വെട്ടിക്കളക തന്നെ ചെയ്യും. കാരണം നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിൽ ഒരു ഫലമായി നമുക്ക് മാറാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അത് വെട്ടിക്കളക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങൾ, പ്രത്യേകിച്ച് മാതാവിന്റെ പെരുന്നാളും മറ്റ് അവസരങ്ങളും ഒക്കെ ദേവാലയത്തിൽ വരുവാനും പ്രാർത്ഥിപ്പാനും കുമ്പസാരിപ്പാനും നോമ്പനുഷ്ഠിക്കാനും ഒക്കെ ലഭിക്കുന്ന ഈ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇനിയും ലഭിക്കണമെന്നില്ല. ചിലപ്പോ ഇന്ന് നമുക്ക് ലഭിച്ചു, പക്ഷെ അടുത്ത വർഷം നമ്മൾ എത്ര പേർക്ക് അതിനകത്ത് സംബന്ധിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്ക് ലഭിക്കുന്ന ഈ അവസരം, ദിസ് മൊമെന്റ്, ഇവിടെ ഇതിന് പ്രാധാന്യമുണ്ട്. ഈ അവസരത്തിന് പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് നമുക്ക് ഫലം കായ്പാനായിട്ട് ഒന്ന് വെട്ടിക്കിളയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും അവസാനം, ഇന്ന് ഞങ്ങൾ ഒരു അടക്കത്തിന് സംബന്ധിച്ചു. അതിന്റെ അടക്കത്തിന്റെ തൈലമൊഴിക്കുമ്പോൾ ഒരു ഭാഗമുണ്ട്, മരണത്തിന്റെ ഗതി കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് ഹൃദയം അനുതാപത്തിന് വേണ്ടി നിലകൊള്ളണം. അപ്പൊ ഈ മൊമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, നമ്മൾ ജനിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ലോകത്തിലെ ഒരു ഫിസിക്കലായ ഡെത്തിന് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ തീർച്ചയായിട്ടും ഫലം കായ്പാൻ തക്കവണ്ണം ഒരു എഫേർട്ട് നമ്മളായിട്ട് എടുക്കണം. ഈ കുരിശ് നമ്മളായിട്ട് തന്നെ ചുമക്കണം. കർത്താവിനെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നവർ എന്റെ കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുമ്പോൾ ആ കുരിശെടുപ്പാൻ നമുക്ക് തയ്യാറാകണം. വളരെ മനോഹരമാണ്. നമ്മുടെ സന്യാസ പ്രസ്ഥാനം ആദ്യം തുടങ്ങുമ്പോൾ വളരെ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയാമോ? എന്തിനാണ് സന്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതെന്ന് അറിയാമോ? ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടിരുന്നത് പീഡനങ്ങളുടെ ഒരു കാലമാണ്. നീറോ ചക്രവർത്തിയും ഡയോക്ലീഷ്യൻ ചക്രവർത്തി, ഇങ്ങനെ തുടങ്ങി രാജാക്കന്മാരെല്ലാം
ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിക്കും. ആളുകളെയൊക്കെ നിർത്തി പന്തമാക്കി നിർത്തിയിട്ട് കത്തിക്കും. പന്തം കണ്ടിട്ടുണ്ടാവുമല്ലോ. ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യേകത, അവർ ഇങ്ങനെ മരിക്കാൻ വേണ്ടി, ആ മരണത്തിന് പറയുന്ന പേരാണ് രക്തസാക്ഷിത്വ മരണം. ഇങ്ങനെ മരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുക. എന്നാൽ AD 313 കഴിഞ്ഞപ്പോ ക്രിസ്തീയ മതം എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു മതമായി തീർന്നു. അങ്ങനെ ഈ രക്തസാക്ഷ്യത്തിന് ഒരവസരമില്ല. അപ്പൊ സാധാരണഗതിയിൽ നമ്മളെ പോലെ ആളുകൾ പരസ്യമായിട്ട് പള്ളി വെക്കാൻ തുടങ്ങി, തടിക്കുരിശ് മാറ്റി സ്വർണ്ണക്കുരിശ് വെക്കാൻ തുടങ്ങി. ചെറിയ വിളക്ക് പോരാൻ തോന്നിട്ട് പിന്നെ തൂക്ക് വിളക്ക്, ആ വിളക്ക്, ഈ വിളക്ക് എല്ലാം വെക്കാൻ തുടങ്ങി. എത്രയൊക്കെ വഷളത്തരം ഉണ്ടാക്കാമോ അതെല്ലാം വഷളത്തരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അന്തോനിയോസ് എന്ന് പറയുന്ന ഒരു പിതാവാണ് ആദ്യമായിട്ട് സന്യാസ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. എന്തിനാണെന്നറിയാമോ? ഇതൊന്നും അല്ല യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാവാൻ വേണ്ടി അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാകുവാൻ. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം അതാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ്. ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ച്, ജീവിച്ച്, മരിച്ച്, കബറടക്കപ്പെട്ട്, പുനരുദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു. നാം ഓരോരുത്തരും ഓരോ ക്രിസ്തുവായി തീരുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ക്രിസ്തുവായി തീരുന്നില്ലെങ്കിൽ നമ്മിൽ നിന്ന് ഫലം കായ്ക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നാം നിൽക്കുന്ന ഇടങ്ങളും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും നാം ഒരു പാഴ്മരമാണ്. ആ പാഴ്മരങ്ങൾ തീർച്ചയായും ദൈവം വെട്ടിക്കളയും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന അവസരം ഭംഗിയായി വിനിയോഗിച്ച് ശ്രേഷ്ഠമായി ഈ ലോകത്തിൽ നിലകൊള്ളുവാനും ഫലം കായ്പാനും. ഞാനൊരു നടപ്പെട്ട വൃക്ഷമാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, നിന്നാൽ ഈ ജാതി അനുഗ്രഹിക്കപ്പെടും. നാം ഒരു അനുഗ്രഹമായി തീരുവാൻ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നാം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിച്ചു, മുന്തിരിവള്ളികളുടെ ഇടയിൽ നടപ്പെട്ട അത്തിവൃക്ഷമാണ് നാം. മുന്തിരിവള്ളികളുടെ ഇടയിൽ നടപ്പെട്ട അത്തിവൃക്ഷം മറ്റുള്ളവരെ കരുതുവാനും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഗുണവും ഫലവും സൗഖ്യവും ഒക്കെ നൽകുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, ആണ്ടുകളോളം നിലകൊള്ളുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഒരു അത്തിവൃക്ഷമാണ്. വർഷം 2000 കഴിഞ്ഞിട്ടും ആ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഓരോരുത്തർക്കും സൗഖ്യത്തിന്റെ വരദാനമുണ്ട്. അതിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിൽ നിന്ന് സുഗന്ധം ഉണ്ടാകുന്നുണ്ട്. മാതാവിന്റെ ഒരു സുഗന്ധം ഉണ്ടാകുന്നുണ്ട്. മുന്തിരിവള്ളികളുടെ ഇടയിൽ നടപ്പെട്ട അത്തിവൃക്ഷങ്ങളായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി ഓർമ്മിപ്പിച്ചത്, നാം ഓരോരുത്തരും ഈ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ഒരു വെട്ടിക്കളയലിന്റെ അനുഭവം ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ നമ്മെ തന്നെ ഒന്ന് വെട്ടിക്കളച്ച് നമ്മുടെ വേരുകളെ ഒക്കെ ഒന്ന് ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, അതിൽ നിന്ന് പുതിയ ഒരു ജീവൻ ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകണം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.